ഒരു ദിവസം വൃന്ദാവനത്തിൽ വെച്ച് രാധാറാണി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കണ്ണ, മനുഷ്യൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എങ്ങനെയാണ് ലഭിക്കുന്നത്? എല്ലാ കർമ്മങ്ങളുടെയും ഫലം നമുക്ക് തിരികെ ലഭിക്കുമോ? കൃഷ്ണൻ മധുരമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു, രാധേ, ഈ ലോകം കർമ്മങ്ങളുടെ ഒരു പൂന്തോട്ടമാണ്. അത് മനസ്സിലാക്കി തരാൻ ഞാൻ നിന്നോടൊരു കഥ പറയാം. ഒരിക്കലൊരു രാജാവ് തന്റെ 3 മന്ത്രിമാരെ വിളിപ്പിച്ചു. അവരോട് അവരവരുടെ സഞ്ചികൾ എടുത്ത് തോട്ടത്തിൽ പോകാനും അവിടെ നിന്ന് നല്ല നല്ല പഴങ്ങൾ ശേഖരിക്കാനും ആജ്ഞാപിച്ചു. 3 മന്ത്രിമാരും വെവ്വേറെ തോട്ടത്തിലേക്ക് പോയി. ഒന്നാമത്തെ മന്ത്രി സത്യസന്ധനായിരുന്നു. അദ്ദേഹം പൂർണ്ണമായ അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്യുകയും രാജാവിനായി ഏറ്റവും പുതിയതും മധുരമുള്ളതുമായ പഴങ്ങൾ തിരഞ്ഞെടുത്ത് ശേഖരിക്കുകയും ചെയ്തു. രണ്ടാമത്തെ മന്ത്രി വിചാരിച്ചു, രാജാവ് എന്തായാലും എല്ലാ പഴങ്ങളും പരിശോധിക്കാൻ പോകുന്നില്ല. അതിനാൽ അയാൾ വേഗം പച്ചയും ചീഞ്ഞതും നല്ലതും ചീത്തയുമായ എല്ലാ പഴങ്ങളും ഇടകലർത്തി സഞ്ചിയിൽ നിറച്ചു. മൂന്നാമത്തെ മന്ത്രിയാകട്ടെ, രാജാവ് സഞ്ചി കണ്ടാൽ തന്നെ തൃപ്തനാകും. ആരാണിത് തുറന്നു നോക്കാൻ പോകുന്നത്? അതിനാൽ അവൻ അലസതയോടെ തന്റെ സഞ്ചിയിൽ പുല്ലും ഇലകളും മാത്രം നിറച്ചു. അടുത്ത ദിവസം രാജാവ് 3 മന്ത്രിമാരെയും വിളിപ്പിച്ചു. അവരുടെ സഞ്ചികൾ തുറന്നു നോക്കുക പോലും ചെയ്യാതെ ആ സഞ്ചികളോടൊപ്പം അവരെ 15 ദിവസത്തേക്ക് കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ഉത്തരവിട്ടു. അവിടെ അവർക്ക് കഴിക്കാനായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ സഞ്ചികളിൽ അവർ നിറച്ചവ അല്ലാതെ നല്ല നല്ല പഴങ്ങൾ ശേഖരിച്ച ഒന്നാമത്തെ മന്ത്രി 15 ദിവസവും സന്തോഷത്തോടെ അതെടുത്ത് കഴിച്ചു. ഇടകലർന്ന പഴങ്ങൾ നിറച്ച രണ്ടാമത്തെ മന്ത്രിക്ക് കുറച്ച് ദിവസത്തേക്ക് നല്ല പഴങ്ങൾ കിട്ടി. എന്നാൽ പിന്നീട് ചീഞ്ഞ പഴങ്ങൾ കഴിക്കേണ്ടി വന്നു. അയാൾ രോഗിയായി കഷ്ടപ്പെടുകയും ചെയ്തു. പുല്ലും ഇലകളും മാത്രം നിറച്ച മൂന്നാമത്തെ മന്ത്രിയാകട്ടെ വിശപ്പ് സഹിക്കാനാവാതെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരിച്ചുപോയി. തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാറാണിയെ നോക്കി പറഞ്ഞു, രാധേ, ഈ ലോകവും ആ പഴങ്ങളുള്ള തോട്ടം പോലെയാണ്. ഓരോ മനുഷ്യനും സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് അവന്റെ സഞ്ചി നിറയ്ക്കുകയാണ്. ആര് സത്യസന്ധവും പവിത്രവും ശുഭവുമായ കർമ്മങ്ങൾ ചെയ്യുന്നുവോ അവൻ സുഖവും സമാധാനവും കണ്ടെത്തും. ആര് മായം ചേർക്കുന്നുവോ അവന് അതിനനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കും. എന്നാൽ ആര് അലസതയും ദുഷ്ടകർമ്മങ്ങളും മാത്രം ചെയ്യുന്നുവോ അവന്റെ പക്കൽ അന്ത്യകാലത്ത് ഒന്നും അവശേഷിക്കുകയില്ല. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും സത്കർമ്മങ്ങൾ ശേഖരിക്കണം. കാരണം അതുമാത്രമായിരിക്കും ഭാവിയിൽ നമ്മുടെ ജീവിതത്തിന് താങ്ങും തണലുമാകുന്നത്. രാധയുടെയും കൃഷ്ണന്റെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ശ്രീ രാധാകൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്യൂ. രാധേ രാധേ.